ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ അസാറാണ്. കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുകയാണ്. യെസ്, 10th CBSE മക്കൾക്ക് ഫസ്റ്റ് കോണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് കോണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് ചാപ്റ്റർ എന്നാണെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതെ, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പവർ ഷെയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ രസകരമായിട്ടും വളരെ ഈസി ആയിട്ടും പഠിച്ചെടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇന്ന് എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ഷെയറിംഗ് എന്നുള്ള ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് പവർ ഷെയർ ചെയ്യപ്പെടുന്നത്, പവർ ഷെയർ ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് കൺട്രീസിനാണ് നമ്മൾ എക്സാമ്പിളായിട്ട് വെച്ചിട്ടുള്ളത് അല്ലേ. ഒന്ന് ശ്രീലങ്ക, മറ്റൊന്ന് ബെൽജിയം. ഇങ്ങനെ രണ്ട് കൺട്രീസാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഓരോ കൺട്രീസും പവർ ഷെയർ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എത്നിക് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പവർ ഷെയർ ചെയ്യപ്പെടണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ് മെജോറിറ്റേറിയനിസം എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഐഡിയോളജി എവിടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന ഐഡിയോളജി നടപ്പിലാക്കിയിട്ടുള്ളത്, എവിടെയാണ് ഈ പറയുന്ന എല്ലാ എത്നിക് ഡൈവേഴ്സിറ്റിയും അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതെ, ശ്രീലങ്ക മുമ്പോട്ട് വെച്ചത് മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന പോളിസി ആയിരുന്നു. ഇനി നമ്മുടെ ബെൽജിയം ആണെങ്കിൽ, ബെൽജിയം അവിടെയുള്ള ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പീക്കേഴ്സിനൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ടും ഈ ഒരു ക്ലാസ് കഴിയും വരെ കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. മെജോറിറ്റേറിയനിസം എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്ന ഫസ്റ്റ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം എന്താണ് മെജോറിറ്റേറിയനിസം. അതിനുശേഷം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, എ ബിലീവ് ദാറ്റ് ദ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഷുഡ് ബി ഏബിൾ ടു റൂൾ എ കൺട്രി ഇൻ വിച്ച് എവർ way it wants by disregarding the wishes and needs of the minority. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, യെസ്, ഇവിടെ ഈ ഒരു ബിലീവ് എന്ന് പറയുന്നത് മെജോറിറ്റിയുടെ ഇൻട്രസ്റ്റ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക. മെജോറിറ്റിയുടെ ഇൻട്രസ്റ്റ് മാത്രമാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. മെജോറിറ്റിയാണ് കൺട്രി ഗവേൺ ചെയ്യേണ്ടത്, കൺട്രി റൂൾ ചെയ്യേണ്ടത്. മെജോറിറ്റിയുടെ ഇൻട്രസ്റ്റ് ആണ് കൺട്രി എന്ത് ചെയ്യേണ്ടത്, മുമ്പോട്ട് വെക്കേണ്ടത്. മൈനോറിറ്റിക്ക് അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ മൈനോറിറ്റീസിൻ്റെ വിഷസോ അല്ലെങ്കിൽ അവരുടെ നീഡ്സോ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ആർക്ക് മാത്രമാണ്, മെജോറിറ്റിക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു കൺട്രിയിൽ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് അവിടെ മെജോറിറ്റി ആണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മളതിന് എക്സാമ്പിൾസ് വെച്ച് തന്നെ പറഞ്ഞു പോകാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ശ്രീലങ്ക നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ എത്നിക് ഡൈവേഴ്സിറ്റീസ് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് കാറ്റഗറിയാണുള്ളത്. രണ്ട് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ശ്രീലങ്കയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സിൻഹള സ്പീക്കേഴ്സ് 74%. അതായത് ശ്രീലങ്കയിലെ മെജോറിറ്റി എന്ന് പറയുന്നത് ആരായിരുന്നു മക്കളെ, സിൻഹള ലാംഗ്വേജ് സ്പീക്കേഴ്സ് ആയിരുന്നു. അതിൽ കൂടുതൽ ആളുകളും അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു മെജോറിറ്റി ഗ്രൂപ്പും ഈ സിൻഹള സ്പീക്കേഴ്സിൽ തന്നെ ഒരു വലിയ വിഭാഗം ആരായിരുന്നു, ബുദ്ധിസ്റ്റ് റിലീജിയസ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ സിൻഹള ലാംഗ്വേജിനും ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധമതത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ശ്രീലങ്ക എന്ത് ചെയ്തത്, മുമ്പോട്ട് പോയെന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ മൈനോറിറ്റി എന്ന് പറയുന്നത് തമിഴ് സ്പീക്കേഴ്സ് ആയിരുന്നു. ആരാണ്, തമിഴ് സ്പീക്കേഴ്സാണ്. 80% ഓഫ് മൈനോറിറ്റി സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് തമിഴ് സ്പീക്കേഴ്സാണ്. അവരുടെ റിലീജിയൻ എന്ന് പറയുമ്പോൾ ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിംസ് വരുന്നുണ്ട്, ക്രിസ്ത്യൻസും അതിൽ വരുന്നുണ്ട്. ഇനി ക്രിസ്ത്യൻസിൽ നമുക്കൊരു പ്രത്യേകത അവിടെ കാണാൻ പറ്റുന്നത്, ക്രിസ്ത്യൻ 7% ആണ് അവിടെ ഉള്ളത്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, ബോത്ത് തമിഴ് ആൻഡ് സിൻഹള സ്പീക്കേഴ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റും. എനിവേ അവിടെ ബുദ്ധിസ്റ്റ് ഐഡിയോളജിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ സിൻഹള ലാംഗ്വേജിനാണ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് അവിടെ തമിഴ് സ്പീക്കേഴ്സിനെ അലിനേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ്, അവർ ഇഗ്നോർ ചെയ്യുകയാണ്. അവരുടെ ഒരു ഡിമാൻഡും ആര് കൺസിഡർ ചെയ്യുന്നില്ല, ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് ജോബ്സിലാണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പൊസിഷൻസിലാണെങ്കിലും ഒക്കെ ആർക്കാണ് അവിടെ അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്, സിൻഹള സ്പീക്കേഴ്സിന് മാത്രമാണ്. അവിടെ തമിഴ് സ്പീക്കേഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് നമുക്ക് എടുക്കാം. ഇന്ത്യയിലെ പ്രത്യേകത എന്താണ്, ഡൈവേഴ്സിറ്റി അല്ലെ. ഇന്ത്യയിൽ വൈവിധ്യങ്ങളുണ്ട്. എത്നിക് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ അത് വളരെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് കാണുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിലീജിയനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനെയോ നമ്മൾ പ്രൊട്ടക്റ്റ്
പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ ഒരു കൺസെപ്റ്റ് എവിടെയില്ല, നമ്മുടെ രാജ്യത്തില്ല. നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിനെയും എല്ലാ റിലീജിയസ് ഗ്രൂപ്പ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷേ ശ്രീലങ്കയിൽ അത് പോസിബിൾ ആയിരുന്നില്ല. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കുന്നുണ്ട്. ഫെഡറലിസം എന്നുള്ള ചാപ്റ്ററിൽ ശ്രീലങ്ക യൂണിറ്ററി ഗവൺമെൻറ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അതായത് ഈ പറയുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സിന് പവർ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശ്രീലങ്കയിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. തമിഴ് സ്പീക്കേഴ്സിലെടുത്ത് തമിഴ് ലാംഗ്വേജിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ സിൻഹള സ്പീക്കേഴ്സിലെടുത്ത് അവിടെ ആ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലൈക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മലയാളം PSC പോലുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും മലയാളത്തിൽ അല്ലേ. കേരളത്തിൽ മലയാളത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ. ലൈക്ക് അതുപോലെ പവർ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. അതർവൈസ് ഒരു ഗ്രൂപ്പിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. ബോയ്സ് എവിടെ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ സ്ട്രെങ്ത് അനുസരിച്ച് ബോയ്സ് കൂടുതലാണ് അല്ലെങ്കിൽ ഗേൾസ് കൂടുതലാണ്. അപ്പോൾ ടീച്ചേഴ്സ് പറയാണ് ബോയ്സാണ് ഇവിടെ കൂടുതൽ, അപ്പോൾ ബോയ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടപ്പിലാക്കുള്ളൂ, ബോയ്സിന് മാത്രമേ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ, ഇവിടെ ക്ലാസ് ലീഡർ ആകും ബോയ്സിന് മാത്രമേ പറ്റുള്ളൂ, ഇനി ഗേൾസാണ് അവിടെ മെജോറിറ്റി എങ്കിൽ ഗേൾസിന് മാത്രമേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെയുള്ള മൈനോറിറ്റിക്ക് സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ബേജാറല്ലേ മക്കളെ. നമ്മൾ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ മാറ്റി നിർത്തപ്പെടാമെന്ന് പറഞ്ഞാൽ അത് ബേജാറാണ്, സങ്കടമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്, തമിഴ് സ്പീക്കേഴ്സിന് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീലങ്കയിൽ സിൻഹളയായിരുന്നു അവരുടെ ഈ മെജോറിറ്റി എന്ന് പറയുന്നത് സിൻഹളയായിരുന്നു. അപ്പോൾ ശ്രീലങ്കയിലെ മെജോറിറ്റേറിയനിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടേമിൽ ഈ പറയുന്ന മെജോറിറ്റി കമ്മ്യൂണിറ്റി ശ്രീലങ്കയിൽ ആരാണ്, സിൻഹള സ്പീക്കേഴ്സാണ് ശ്രീലങ്കയിലെ മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ എന്താ പറയുക, അവിടുത്തെ കമ്മ്യൂണിറ്റി ഇതൊക്കെയാണ് അല്ലെങ്കിൽ അവിടുത്തെ എത്നിക് ഡൈവേഴ്സിറ്റി ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവിടെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ശ്രീലങ്ക 1948 എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. 1956 സിൻഹള വാസ് റിക്കഗ്നൈസ് ആസ് എ ഒഫീഷ്യൽ ലാംഗ്വേജ്. ശ്രീലങ്കയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എന്ത് പറയുന്നുണ്ട്, സിൻഹള ലാംഗ്വേജിനെ ഡിക്ലെയർ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് ജോബ്സിലും യൂണിവേഴ്സിറ്റി പൊസിഷൻസിലൊക്കെ ആർക്ക് മാത്രമേ അവസരങ്ങളുള്ളൂ, നമ്മൾ അത് എവിടുത്തെ ആപ്ലിക്കൻസിന് മാത്രമേ, സിൻഹള ലാംഗ്വേജ് സ്പീക്കേഴ്സിന് മാത്രമേ അവിടെ എന്തുള്ളൂ, അവസരങ്ങളുള്ളൂ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. അതുപോലെ തന്നെ ബുദ്ധിസത്തെ കൂടി ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യൽ റിലീജിയൻ ലൈക്ക് അതുപോലെ ബുദ്ധിസത്തെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടലി ശ്രീലങ്കയിലെ തമിഴ് സ്പീക്കേഴ്സ് എന്ത് ചെയ്യാണ്, അലിനേറ്റ് ചെയ്യപ്പെടാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. മെജോറിറ്റേറിയനിസം പറഞ്ഞാൽ ഒരു കൺട്രിയിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, ബട്ട് അതിലെ മെജോറിറ്റിയുടെ ഇൻട്രസ്റ്റ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാം. പൊളിറ്റിക്കൽ ഐഡിയോളജി നോക്കുകയാണെങ്കിൽ മെജോറിറ്റിയുടെ ഇൻട്രസ്റ്റ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ എന്താ പറയുക, അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയോളജി, അവരെ മാത്രം കൺസിഡർ ചെയ്യുക എന്ന് പറയുന്ന ഐഡിയോളജിയാണ് എവിടെ നടപ്പിലാക്കിയത്, ശ്രീലങ്കയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഓരോ ചാപ്റ്റേഴ്സിലെയും എന്താ പറയുക, ഓരോ കൺസെപ്റ്റും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ഇനിയും ഞാൻ വരും, നമ്മുടെ ടീം മൊത്തം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ പഠിച്ചെടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ, ബൈ.